വേറെണ്ണെങ്കി വേറെണ്ണെങ്കി ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. സിഗരറ്റ്, ബീഡി, പാൻ പരാഗ്, ഗുഡ്ക, പുകയില ഉൾപ്പെട്ട മുറുക്കാൻ തുടങ്ങിയവയുടെ ഉപയോഗം നിങ്ങളുടെ വായിൽ ക്യാൻസർ ഉണ്ടാകാൻ കാരണമാകുന്നു. എടാ ബിജുവേ, സുധീഷേ, നമുക്ക് നാണ്ടൊരു കുപ്പി കിട്ടിയിട്ടുണ്ട്, അടിക്കാൻ പാ, ഒന്ന് അടിച്ചേക്കാം പാ. എടാ എന്താടാ ആരും ഒന്നും മിണ്ടായിരിക്കുന്നേ? എടാ നമ്മുടെ സുനിലിന് വായിൽ ക്യാൻസർ വന്നത് മദ്യപിച്ചിട്ടാണെന്ന് ഡോക്ടർമാർ പറയുന്നല്ലോ. അതാണ് ഞാനും ആലോചിക്കുന്നത്. ഈ കണ്ണു പോകുന്നും കരൾ പോകുന്നും കേട്ടിട്ടുണ്ട്. ഈ വായി ക്യാൻസർ വരുമെന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കുക. സത്യമാണോ അത്? കൂർത്ത പല്ലുകൾ സ്ഥിരമായി വായിൽ വ്രണങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു വായിൽ ക്യാൻസർ വരാൻ കാരണമായത്. എന്താടാ? ഒന്നും പറയണ്ടാടാ, എന്ത് കഴിച്ചാലും ഒരു കുറ്റിപ്പല്ല് കവിളി കയറുക, ആ മുറിവൊട്ട് ഉണങ്ങുന്നുമില്ല. നിനക്കൊരു ഡെന്റിസ്റ്റിനെ കാണിച്ചൂടെ? എന്തിന്? പല്ലല്ലേ, അതങ്ങ് ശരിയായിക്കോളും. HPV വൈറസ് അണുബാധ വായിൽ ക്യാൻസർ വരാൻ ഒരു കാരണമാകുന്നു. വേണ്ടത്ര പഴങ്ങളും പച്ചക്കറികളും കഴിക്കാതിരിക്കുന്നതും കൃത്രിമ നിറങ്ങളും പ്രിസർവേറ്റീവ്സും അടങ്ങിയ ഭക്ഷണം പോഷകക്കുറവുണ്ടാക്കുകയും അർബുദമുണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അമിതമായി സൂര്യതാപം ഏൽക്കുന്നത് ചുണ്ടിലെ ക്യാൻസറിന് കാരണമാകുന്നു. മദ്യം, പുകയില, പാൻ ഉൽപ്പന്നങ്ങൾ എന്നിവ ഒഴിവാക്കുക. സമീകൃതാഹാരം ശീലമാക്കുക. അർബുദത്തിന്റെ ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ ഉടൻ ചികിത്സ തേടുക. നാവും പല്ലും വൃത്തിയായി സൂക്ഷിക്കുക. അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ചുണ്ടുകളെ സംരക്ഷിക്കുക. 6 മാസത്തെ ഇടവേളകളിൽ ദന്ത ഡോക്ടറെ സമീപിക്കുക. HPV വൈറസിനെതിരെയുള്ള വാക്സിനേഷൻ സ്വീകരിക്കുക. ചുവന്ന മാംസവും എരിവുള്ള ഭക്ഷണവും അമിതമായി കഴിക്കുന്നത് ഒഴിവാക്കുക. ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കുക. കൂർത്ത പല്ലുകൾ, പൊട്ടിയ ഡെന്റൽ ഫില്ലിങ്ങുകൾ, പല്ല് സെറ്റുകൾ എന്നിവ നീക്കം ചെയ്യുക. വായിലെ അർബുദത്തിന്റെ കാരണങ്ങൾ ഒഴിവാക്കിയും അർബുദത്തിന് മുന്നോടിയായുള്ള രോഗാവസ്ഥയെ ചികിത്സിക്കുന്നതിലൂടെയും വായിലെ അർബുദത്തിനെ തടയാം. സംശയ നിവാരണത്തിനും രോഗനിർണയത്തിനും വേണ്ടി ഓറൽ മെഡിസിൻ വിദഗ്ധരെ സമീപിക്കുക. നമസ്കാരം, ഞാൻ ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജ് ആൻഡ് ഒരു ഡെന്റിസ്റ്റിന്റെ ഭർത്താവ് കൂടിയാണ് ഞാൻ. ഇന്ന് നമ്മൾ സമൂഹത്തിൽ നേരിടുന്ന വലിയൊരു വിപത്താണ് പുകയില മൂലവും ഡ്രഗ്സിന്റെ ഉപയോഗവും ഗുഡ്ക, ഹാൻസ് മുതലായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലവും വായിൽ ഉണ്ടാവുന്ന അർബുദ രോഗം, അതായത് മൗത്ത് ക്യാൻസർ. ഇതിന്റെ ബോധവൽക്കരണത്തിനായിട്ട് ഡെന്റൽ സ്പെഷ്യാലിറ്റി വിഭാഗമായ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജിയുടെ കൂട്ടായ്മ, ഡോക്ടേഴ്സിന്റെ കൂട്ടായ്മയായ ആസ്മിക് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. എൻ്റെ എല്ലാവിധ സപ്പോർട്ടും സഹകരണവും ഞാൻ ഇവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേരുകയാണ്. അതുമാത്രമല്ല, ഈ മൗത്ത് ക്യാൻസറിന്റെ അവയർനെസ്സിനായിട്ട് ആസ്മിക് ഈ ഇറക്കുന്ന ഒരു വീഡിയോ വളരെയധികം നല്ലൊരു കോൺസെപ്റ്റാണ്. എല്ലാവരും ഇത് കണ്ട് ഷെയർ ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് എത്തിച്ച് ഇവരുടെ ഈ ഒരു ക്യാമ്പയിൻ വലിയൊരു സക്സസ് ആക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.